ഇപ്പൊ റിയാക്ഷൻ വിത്ത് അമോണിയ, അതായത് അമോണിയ ആയിട്ട്, അതായത് ആൽഡിഹൈഡും കീറ്റോൺസും അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നതെന്നുള്ളതാണ് ഈ പറയുന്നത്. അതിനകത്ത് ആൽഡിഹൈഡ്സ് എക്സെപ്റ്റ് ഫോർമാൽഡിഹൈഡ്, അതോടെ എക്സെപ്ഷൻ ആണ്. ഇതിനകത്ത് ആൽഡിഹൈഡ്സിന്റെ കേസാണ് പറയുന്നത്. പക്ഷെ എക്സെപ്റ്റ് ഫോർമാൽഡിഹൈഡ് റിയാക്ട് ചെയ്യത്തില്ല. ദേ റിയാക്ട് വിത്ത് അമോണിയ ടു ഫോം ആൽഡിഹൈഡ് അമോണിയ. അതായത് ഈ ആൽഡിഹൈഡ് അമോണിയ എന്ന് പറയുന്നത് ഇതാണ്. ഈ ആൽഡിഹൈഡ് അമോണിയ എന്ന് പറയുന്നത് ഓക്കെ. ദേ റെഡിലി ഡീഹൈഡ്രേറ്റ് ആൽഡിമീൻ. അതായത് ഡീഹൈഡ്രേറ്റ് എന്ന് വെച്ചാൽ എന്താ, അവിടെ വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ആയി പോവാണ്. ഇതിന്ന് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ആയി പോയി നമുക്ക് എന്ത് ഫോം ചെയ്യും, ആൽഡിമീൻ ആയിട്ട് ഫോം ചെയ്യും. ഇത് മെക്കാനിസം ഇല്ല, ജസ്റ്റ് ആ റിയാക്ഷൻ സ്റ്റെപ്പ് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഫോർമാൽഡിഹൈഡിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഗിവ്സ് എ കോംപ്ലക്സ് കോമ്പൗണ്ട് കോൾഡ് ഹെക്സാമെഥിലീൻ ടെട്രാ അമീൻ അല്ലെങ്കിൽ യൂട്രോപ്പിൻ എന്ന് പറയും. ദാറ്റ് ഇസ് എ ഡ്രഗ് യൂസ്ഡ് ഇൻ യൂറിനറി ഇൻഫെക്ഷൻ. അതായത് ഈ കേസസ് ഇപ്പൊ നമ്മൾ ഫോർമാൽഡിഹൈഡ് അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന യൂട്രോപ്പിൻ എന്ന് പറയുന്ന സ്ട്രക്ചർ, ഇതാണ് യൂട്രോപ്പിന്റെ സ്ട്രക്ചർ വരുന്നത്. അത് ഈ സ്റ്റെപ്പ് ഇതിലാണ് ഈ, അതായത് ഇതിനകത്ത് പറയുന്നത്, അതായത് ഫസ്റ്റില് ആൽഡിഹൈഡ് അമോണിയ ആയിട്ട് ഫോം ചെയ്യത്തില്ല എന്നാ പറയുന്നത്. അതായത് ഫസ്റ്റ് കേസിൽ അമോണിയ റിയാക്ട്, ഇവിടെ നമുക്ക് ന്യൂക്ലിയോഫിലിക് അഡീഷൻ ആണല്ലോ വന്നത്, ആൽഡിഹൈഡ് അമോണിയ ആയിട്ട് ഫോം ചെയ്തു. പക്ഷെ നമ്മൾ അതേ HCH ഫോർമാൽഡിഹൈഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ആൽഡിഹൈഡ് അമോണിയ സ്ട്രക്ചർ അല്ല കിട്ടുക. അതിന് പകരം നമുക്ക് ഈ ഒരു സ്ട്രക്ചർ, ഈ ഒരു കോമ്പൗണ്ട് ആയിരിക്കും കിട്ടുന്നത്, യൂട്രോപ്പിൻ എന്ന് പറയുന്നത്. അതാണ് പറയുന്നത്. കീറ്റോൺസ് ആണെങ്കിൽ എന്താ കിട്ടുക, കോംപ്ലക്സ് കീറ്റോണിക് അമീൻസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഫോം ചെയ്യാം, കീറ്റോൺസ് ആയിട്ട് റിയാക്ട് ചെയ്യുവാണെങ്കിൽ. ആൽഡിഹൈഡുകളിൽ ഫോർമാൽഡിഹൈഡായിട്ട് റിയാക്ട് ചെയ്യത്തില്ലെന്നല്ലേ അതായത് ആൽഡിഹൈഡ് എക്സെപ്റ്റ് ഫോർമാൽഡിഹൈഡ് എന്നല്ലേ? അതെ. അപ്പം ആദ്യം നമ്മൾ ആൽഡിഹൈഡായിട്ട് ട്രീറ്റ് ചെയ്തപ്പോൾ നമുക്ക് ആൽഡിഹൈഡ് അമോണിയ പിന്നെ ആൽഡൈൻ കിട്ടും. ഓക്കെ, കീറ്റോൺ ചെയ്തപ്പോൾ നമുക്ക് ഡൈഅസറ്റോൺ അമൈൻ കിട്ടും. പക്ഷെ ഫോർമാൽഡിഹൈഡ് റിയാക്ഷൻ നടക്കത്തില്ല പറഞ്ഞിട്ടില്ല. എടാ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇവിടെ ഇപ്പൊ ഞാൻ ചോദിക്കാം, ഇപ്പൊ ഇവിടെ അവർ ഈ ബ്രാക്കറ്റിലെ എക്സെപ്റ്റ് ഫോർമാൽഡിഹൈഡ് കൊടുത്തില്ല എന്ന് വെക്കും. ആൽഡിഹൈഡ്സ് റിയാക്ട് വിത്ത് അമോണിയ ടു ഫോം ആൽഡിഹൈഡ് അമോണിയ എന്ന് പറയുമ്പോൾ നമ്മൾ ആൽഡിഹൈഡ്സ് മെൻഷൻ ചെയ്തത് എന്താ, അതിനകത്ത് എല്ലാം ആൽഡിഹൈഡ്സിന്റെ അണ്ടറിൽ വരുന്ന എല്ലാ ഗ്രൂപ്പ് കോമ്പൗണ്ട്സ്, അപ്പൊ അതിനകത്ത് ഫോർമാൽഡിഹൈഡും ഇൻക്ലൂഡിങ് അല്ലേ. ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്ന ഒരു ആൽഡിഹൈഡ് അല്ലേ. അപ്പൊ അതുകൊണ്ട് അവരത് എക്സെപ്ഷൻ ആയിട്ട് ഇവിടെ കൊടുത്തേക്കാം. അതാണ് അടുത്ത സ്റ്റെപ്പിൽ, അടുത്ത സ്റ്റേറ്റ്മെന്റിൽ അവർ പറഞ്ഞത്, ഫോർമാൽഡിഹൈഡ് ഈ അമോണിയായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ യൂട്രോപ്പിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ് ഫോം ചെയ്യുന്നത്. മറ്റേ കൂട്ട് നോർമലി ആൽഡിഹൈഡ് അമോണിയ തരത്തില്ല, അവിടെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ നടക്കുന്നില്ല, അല്ലെങ്കിൽ എലിമിനേഷൻ റിയാക്ഷൻ അവിടെ നടക്കുന്നില്ല. അതാണ് പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. അത് ചില റിയാക്ഷൻ വിത്ത് അമോണിയ ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണം എഴുതിയാൽ മതി. അതായത് ഇപ്പൊ എന്തെങ്കിലും വിത്ത് സ്റ്റേറ്റ്മെന്റും എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു കോമൺ എക്സാമ്പിളും എഴുതാം, ഫോർമാൽഡിഹൈഡിന് എക്സാമ്പിൾ എഴുതാം. അപ്പൊ ഈ സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്. ഈ യൂട്രോപ്പിൻ എന്ന് പറയുന്ന ഫോർമുലയും ഈ സ്ട്രക്ചറും ഇമ്പോർട്ടന്റ്. അതിപ്പോ 4 നൈട്രജൻ, 4 ഇതിപ്പോ ഈ ഒരു ഡയമണ്ട് ഷേപ്പില് ഈ ഓരോ കോർണേഴ്സിലും നൈട്രജനെ ഫില്ല് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഇതിനെ എല്ലാത്തിനും ജോയിൻ ചെയ്താൽ മതി, ഇങ്ങനെ വരച്ചിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചാൽ മതി. മനസ്സിലായോ? ഇല്ല, സെൻട്രലില് കാർബൺ. ഇത് ഇവിടെ CH2 6 ടൈംസ് അല്ലേ, CH2 6 ടൈംസ് N4. ആ 4 N ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. ബാക്കി ഈ കോർണേഴ്സ് ഉണ്ടല്ലോ,
അവിടെ എല്ലാം കാർബൺ ആണ്. ബാക്കിയുള്ള കാർബൺ എത്ര കാർബൺ? 6 കാർബൺ ഇല്ലേ? അപ്പൊ 1 2 ഇവിടത്തെ ഇവിടെ ഒരു കാർബൺ 1, ഇവിടത്തെ ഒരു കാർബൺ 2, 3, 4, നടുക്കത്തെ 5, ഇവിടെ ഉണ്ട് ഒരു കാർബൺ 6. മനസ്സിലായോ? ഗൂഗിളിലോ? ഇല്ല, ഞാൻ നോക്കിയിട്ടില്ല. എന്താ സ്ട്രക്ചർ, എന്താ പ്രശ്നം? വരയ്ക്കുന്നത് ഇത് എളുപ്പമാടാ. ഇത് സൂം ചെയ്യട്ടെ. അതായത് യൂട്രോപിന്റെ സ്ട്രക്ചറിനകത്ത് നമുക്ക് സ്ട്രക്ചർ തന്നേക്കുന്നത് ഇപ്പൊ അതിന്റെ ഫോർമുല എന്താ? CH2 6 times N4. അതായത് നൈട്രജൻ നമുക്ക് 4 എണ്ണവും വേണം, കാർബൺ നമുക്ക് 6 എണ്ണം വേണം. അപ്പൊ ഈ നൈട്രജൻ ഇപ്പൊ ഡയമണ്ട് ഷേപ്പിൽ വരയ്ക്കുക. അപ്പൊ ഇവിടെ ഓരോ കോർണേഴ്സിലും നൈട്രജനെ ഫില്ല് ചെയ്യാം. ഓരോ കോർണേഴ്സിലും നൈട്രജനെ ഫില്ല് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നൈട്രജനെ ഫില്ല് ചെയ്തല്ലോ. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഓരോ കാർബൺ വേണം. അപ്പൊ ഈ ഇത് നൈട്രജന്റെ ഇടയ്ക്ക് ഇവിടെ ഓരോ കാർബൺ ഇങ്ങനെ കാണുമല്ലോ. അപ്പൊ നമുക്കിപ്പോ ഇങ്ങനെ സീന്ന് എഴുതാൻ ഇതില്ലാത്തത് കൊണ്ട്, അതായത് അങ്ങനെ ഒരു ഇതില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അവിടെ ബോണ്ട് കാണിച്ചു. അതായത് ഈ നൈട്രജൻ ഇവിടെ, അപ്പൊ ഈ കോർണറിന്റെ അർത്ഥം എന്താ? ഇവിടെ ഒരു കാർബൺ ഉണ്ട്. അതുപോലെ ഇവര് തമ്മില് ഈ നൈട്രജനും ഇങ്ങോട്ടേക്ക് വരയ്ക്കുക, ഇങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ഇപ്പൊ ഒരു കാർബൺ. പിന്നെ അടുത്തത് ഈ 2 കാർബൺ തമ്മിൽ ഇവിടെ ഇതെടുക്കാം, സി, ഇവിടെ ഒരു സി. പിന്നെ അടുത്തത് ഇവര് തമ്മിൽ വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരാം. മൊത്തത്തിൽ ഇപ്പൊ എത്ര കാർബണായി? 4 കാർബണായി. ഇനിയിപ്പോ നമുക്ക് എത്ര കാർബണും കൂടി വേണം? 2 എണ്ണം വേണം. അപ്പൊ ഇവര് 4 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ബോണ്ട് വന്ന് ഫോം ചെയ്തു. ഇനിയിപ്പോ നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് ഈ മേളത്തെയും താഴത്തെയും സൈഡിലത്തെ 2 നൈട്രജനും അല്ലേ. അപ്പൊ അവരുടെ ഇടയ്ക്ക് ഒരു കാർബണെ നമുക്ക് കൊടുക്കും. ഇപ്പൊ ഞാൻ ആദ്യത്തെ മേളത്തെയും താഴത്തെയും കൂടി കണക്ട് ചെയ്യാം. മേളത്തെയും താഴത്തെയും ഇവിടെ നിന്ന് ഞാനിപ്പോ ഇങ്ങനെ വരച്ചു. ഇവിടെ അപ്പൊ ഒരു കാർബൺ നടുക്ക്. ഇനി ഈ നൈട്രജൻ, അപ്പൊ ഇവര് തമ്മില് ഇവിടെ ഒരു കാർബൺ. അപ്പൊ 6 എണ്ണം ആയില്ലേ? ഇത്രേ ഉള്ളൂ സ്ട്രക്ചർ. ഇവിടെ ബാക്കി അതുണ്ട് കൂടെ. എടാ ഈ കോർണർ എന്ന് പറയുന്നത് എന്തുവാ? CH2 അല്ലേ? കാർബണ് തന്നെ ആയിട്ടല്ലല്ലോ ഇടുന്നത്. ഈ കോർണറിലുള്ളത് CH2 ആ. മനസ്സിലായോ? എന്നിട്ട് പിന്നെ ഈ ബാക്കി ലോൺ പേഴ്സ്, നൈട്രജന് ഓരോ ലോൺ പേഴ്സ് കൊടുക്കുക. മനസ്സിലായോ? ഓക്കെ, അടുത്തത് ഇനിയിപ്പോ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലേസൺ റിയാക്ഷൻ ആണ്. ഓക്കെ, എഴുതിക്കോ.
വൈറ്റ് ബോർഡ് കാണുന്നുണ്ടോ? താഴെ കാണുന്നു. ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടോ? കാണാം. ഓക്കെ, അപ്പൊ ഹെഡിങ് എഴുതിക്കോ, ക്ലേസൻ റിയാക്ഷൻ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ആണ് esters having alpha hydrogen on treatment with strong base undergo self condensation to produce beta keto ester. സ്റ്റേറ്റ്മെന്റ് എഴുതിയോ? ബീറ്റ കീറ്റോ എസ്റ്റർ എന്ന് വെച്ചാൽ എന്താ? അതായത് അതിനകത്ത് കീറ്റോ ഗ്രൂപ്പും കാണും എസ്റ്റർ ഗ്രൂപ്പും കാണും അല്ലേ? ഓക്കെ, അപ്പൊ ഈ റിയാക്ഷനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ? രണ്ട് എസ്റ്റർ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ റിയാക്റ്റന്റ് ആയിട്ട് വരുന്നത് രണ്ട് എസ്റ്റേഴ്സ്, സെയിം എസ്റ്റേഴ്സ് തന്നെയായിരിക്കും നമ്മൾ എടുക്കേണ്ടത്. അതായത് എസ്റ്റേഴ്സ് ദാറ്റ് ഇസ് ഹാവിങ് ആൽഫ ഹൈഡ്രജൻ. അതിനൊരു കണ്ടീഷനും കൂടിയിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന എസ്റ്റർ എന്തായിരിക്കണം? ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അത് നമ്മൾ ബേസ്, നല്ല സ്ട്രോങ് ബേസ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് ഈ പറഞ്ഞ പോലെ ബീറ്റ കീറ്റോ എസ്റ്റർ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ എക്സാമ്പിൾ എടുക്കാം. ഈഥൈൽ അസിറ്റേറ്റ് എടുക്കാം. അതായത് CH3 C ഡബിൾ ബോണ്ട് O C2H5. ഇതിന്റെ പേരെന്താ? ഈഥൈൽ അസിറ്റേറ്റ്. ഈഥൈൽ അസിറ്റേറ്റിന്റെ രണ്ട് മോളിക്യൂൾസ് നമ്മൾ എടുക്കാം. അത് സ്ട്രോങ് ബേസ് ആയിട്ട് സോഡിയം അസിറ്റേറ്റ് എടുക്കുക. അതായത് C2H5ONA ആണ് നമ്മൾ സ്ട്രോങ് ബേസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇത് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പ്രൊഡക്റ്റാ കിട്ടേണ്ടത്? നമുക്കൊരു ബീറ്റ കീറ്റോ എസ്റ്റർ വേണം. അതായത് ബീറ്റ പൊസിഷനിൽ ഒരു കീറ്റോ ഗ്രൂപ്പും ആ ഒരു കോമ്പൗണ്ട് എന്തായിരിക്കണം? എസ്റ്റർ ഗ്രൂപ്പും ആയിരിക്കണം. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താ വരിക? CH3 CO CH2 C ഡബിൾ ബോണ്ട് O C2H5 ആണ്. അപ്പൊ ഇതിന്റെ പേരാണ് ഈഥൈൽ അസിറ്റേറ്റ്. ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റിന്റെ കോമ്പൗണ്ടിന്റെ പേര്. എവിടെയാ? അത് നമ്മളുടെ പ്രൊഡക്റ്റ്, നമ്മൾ മെക്കാനിസത്തിലേക്ക് വരിക. ഓക്കെ, ഇതാണ് സ്റ്റേറ്റ്മെന്റും ഇതിന്റെ ഒരു എക്സാമ്പിൾ റിയാക്ഷൻ. അപ്പൊ നമ്മൾ ഇതിനകത്ത് എടുക്കാൻ പോകുന്നത് ഏതാ? ഈഥൈൽ അസിറ്റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മെക്കാനിസത്തിലോട്ട് പോവാം. മെക്കാനിസത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് നമ്മൾ നേരത്തെ ഫസ്റ്റ് ആൽഡോളിലും ക്ലേസൻ ഷുമിത്തിലൊക്കെ ചെയ്ത സെയിം തന്നെ നമ്മൾ അബ്സ്ട്രാക്ഷൻ ഓഫ് ആൽഫ ഹൈഡ്രജൻ ഓഫ് എസ്റ്റർ ബൈ എ ബേസ്. അതെ, അത് നമുക്കൊരു ന്യൂക്ലിയർ ഫയലിനെ, അതായത് കാർബാനിയോൺ ആയിട്ട് ഫോം ചെയ്യിക്കാം. നമ്മൾ അവിടെ ആൽഫ ഹൈഡ്രജൻ എക്സ്ട്രാ. അപ്പൊ ഇതിനകത്ത് CH3 ഫസ്റ്റ് സ്റ്റെപ്പ് അബ്സ്ട്രാക്ഷൻ ഓഫ് ആൽഫ ഹൈഡ്രജൻ. അപ്പൊ CH3 COO C2H5 എന്തിന്റെ പ്രസൻസിലാണ് നമ്മൾ എടുക്കുന്ന? ബേസിന്റെ പ്രസൻസിൽ നമ്മൾ എടുക്കുമ്പോൾ എന്ത് പറ്റും? ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ പോകും. അപ്പോ CH2 ഇപ്പൊ എന്തായിട്ട് മാറും? CH2 മൈനസ് ന്യൂക്ലിയർ ഫയൽ ആയിട്ടല്ല ഇത് ആക്ട് ചെയ്യാം. COO C2H5 വരും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്.
പ്ലസ് ഇതിന്റെ കൂടെ കാർബാനിയോൺ പ്ലസ് ബൈ പ്രൊഡക്റ്റ് എന്ത് വരും C2H5OH ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരും. ഇനിയിപ്പോ സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? സെക്കൻഡ് സ്റ്റെപ്പ് ഈ കാർബാനിയോൺ എന്താ മറ്റേ നമ്മൾ ഇനി ഒരു എസ്റ്ററും കൂടെ എടുക്കാൻ കിടപ്പുണ്ടല്ലോ. അത് തന്നെ സെക്കൻഡ് മോളിക്യൂൾ ഓഫ് എസ്റ്റർ ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് എങ്ങനെയാ സ്റ്റെപ്പ് വരിക? CH3 C ഡബിൾ ബോണ്ട് O C2H5 ഇത് നമുക്കിനിയിപ്പോ റിയാക്ട് ചെയ്യാൻ കിടക്കുന്ന മറ്റേ മോളിക്യൂൾ സെക്കൻഡ് മോളിക്യൂൾ അതും നമുക്ക് കിട്ടിയ കാർബാനോട്ട് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ വരിക? CH2 മൈനസ് അല്ലേ നമുക്ക് വന്നേ COO C2H5. അപ്പൊ ഇത് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ പറ്റുക? ഇവിടെ നോർമൽ എന്താ പറ്റുക? ഇവിടുത്തെ ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യും എന്നിട്ട് ഈ നെഗറ്റീവ് ചാർജ് അപ്പൊ നമുക്ക് എങ്ങനെ പ്രൊഡക്റ്റ് ഇവിടോട്ട് CH2 എഴുതുക. CH2 COO C2H5 മറ്റേത് താഴത്തേക്ക് O5. ഇനിയിപ്പോ എന്താ ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്തായിരിക്കും നടക്കുക? അല്ല, ലാസ്റ്റ് സ്റ്റെപ്പില് നമ്മൾക്ക് ഈ ആൽക്കോക്സൈഡ് അയോണിനെ നമ്മൾ റിമൂവ് ചെയ്യുക. അതായത് ഇതാണ് നമ്മുടെ ആൽക്കോക്സൈഡ് അയോൺ. അപ്പൊ തേർഡ് സ്റ്റെപ്പ് എഴുതിക്കോ, റിമൂവൽ ഓഫ് ആൽക്കോക്സൈഡ് അയോൺ. സോറി, ആൽക്കോക്സൈഡ് അല്ല, ഈഥോക്സൈഡ് അയോൺ. ഇതിനെ നമ്മൾ റിമൂവ് ചെയ്യാം. അപ്പൊ ഇത് റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ വരുന്നത്? മൈനസ് ഈഥോക്സൈഡ്. അപ്പൊ മൈനസ് OC2H5 ഞാൻ റിമൂവ് ചെയ്യുക. അപ്പൊ റിമൂവ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? നമുക്ക് ഇവിടുത്തെ കാർബണിന്റെ വാലൻസി പോകത്തില്ലേ? അതായത് ഇവിടുന്ന് ഇതിനെ ഞാൻ റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയി നമുക്ക് എന്ത് ഫോം ചെയ്യും? അവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യത്തില്ലേ? ഓക്കെ, അപ്പൊ അതെന്താ പ്രൊഡക്റ്റ് വരിക? അപ്പൊ പിന്നെ എങ്ങനെയാ നമുക്ക് കിട്ടുന്നത്? അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്നാ വരുന്നത്? നമുക്കിവിടെ ഡബിൾ ബോണ്ട് O വരും. ഇതായിരിക്കും ഇപ്പൊ നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലേ? അപ്പൊ ഇതാണ് ബീറ്റാ കീറ്റോ എസ്റ്റർ. ബീറ്റാ പൊസിഷനിൽ കീറ്റോൺ ഗ്രൂപ്പും ഇത് എസ്റ്റർ ഗ്രൂപ്പ് അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ബീറ്റാ കീറ്റോ എസ്റ്റർ. ഇത്രയേ ഉള്ളൂ മെക്കാനിസം. മനസ്സിലായോ? എളുപ്പമല്ലേ? മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അപ്പോ നമ്മളുടെ എന്തോ അപ്പൊ പിന്നെ എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ചെയ്തു. പെയിന്റിംഗ് ആയിട്ടുള്ള എല്ലാ മെക്കാനിസം എടുത്തു. അപ്പോ ഫുള്ള് കഴിഞ്ഞു കേട്ടല്ലോ. അപ്പൊ ഇനിയിപ്പോ പഠിക്കുക, ഫുൾ റിയാക്ഷൻസ് എഴുതി പഠിക്കുക. അതായത് വിത്ത് സ്റ്റേറ്റ്മെന്റും മെക്കാനിസവും എക്സാമ്പിൾസും നോക്കുക. കുറച്ച് മെനക്കെട്ടിരുന്നെങ്കിൽ അത്യാവശ്യം നല്ലതായിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ. മെക്കാനിസം ആണ് ഫുള്ള്. എനിക്കറിയാം ഓർഗാനിക് ഈ സെമ്മിനകത്ത് മൊത്തത്തിൽ മെക്കാനിസം, അപ്പൊ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഈ ചാപ്റ്ററിൽ കുറച്ചും കൂടെ എല്ലാം കണക്ട് ചെയ്തെന്ന് വെച്ചാൽ ഒരു മെക്കാനിസം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി കുറെ ചെയ്യാൻ പറ്റുന്ന മെക്കാനിസങ്ങളാണ്. ആകെ എനിക്ക് തോന്നുന്നു ബെക്മാനും
അങ്ങനത്തെ ചില കുറച്ച് ഇപ്പൊ വുൾഫ് കിഷ്ണറും ക്ലെമൻസിനും ഒക്കെ ഉള്ള ഇച്ചിരി ലെങ്തി ആയിട്ട് വരുന്നതും അവിടെ ഒരു ഇച്ചിരി ചെറിയ സ്റ്റെപ്പിൽ കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുള്ളതൊക്കെ ആ ഒരു മെക്കാനിസം. അപ്പൊ ബാക്കിയെല്ലാം നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലതായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ ഇത് മാറിപ്പോവും എക്സാമിന്റെ ടൈമിന് നമുക്ക് മാറിപ്പോവും. അതാണ് വേറൊരു പ്രശ്നം. ഓക്കെ. ഓക്കെ, ആ മിസ്സിന് വേറെ ചാപ്റ്റർ ഉണ്ടോ എന്ന് തോന്നുന്നു മാത്രമേ ഉള്ളൂ.